പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്നുള്ള കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ആദ്യത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ജെല്ലി റോൾ വേഴ്സസ് കിറ്റ് വിൽസൺ തമ്മിലുള്ള ഒരു മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കിറ്റ് വിൽസൺ, ജെല്ലി റോൾ തുടങ്ങിയവർ പരസ്പരം കളിയാക്കുന്നതായിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് കിറ്റ് വിൽസൺ ജെല്ലി റോളിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റിലൂടെയാണ്. പിന്നീട് വന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിലൂടെയാണ് ഇരുവരും തമ്മിലുള്ള ഒരു 1-on-1 മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്യുന്നത്. ഇത് കൂടാതെ ഇന്നത്തെ സ്മാക്ഡൗണിൽ നടന്ന ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം അതൊരു ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിക്കാൻ കാരണമായ ഷാർലറ്റ് ഫ്ലെയർ, അലക്സ ബ്ലിസ് തുടങ്ങിയവരുടെ ടീം ബെല്ല ട്വിൻസ് എന്ന് പറയുന്ന ഹോളോ ഫീമേഴ്സിനെതിരെ കളിക്കുന്ന ഒരു ടാഗ് ടീം മത്സരം കൂടി അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാഗ് ടീം ടൈറ്റിൽ സ്റ്റോറി ലൈന് കൂടുതൽ ഒരു സഹായകമാകുന്ന ഒരു മത്സരമായിരിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റോറി ലൈനായിട്ട് അടുത്ത സ്മാക്ഡൗണിൽ നടക്കാൻ പോകുന്നത്. ഇതുകൂടാതെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ഏക ചാമ്പ്യൻഷിപ്പ് മത്സരം അടുത്ത സ്മാക്ഡൗണിൽ നിലവിലെ വുമൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ജൂലിയ ടിഫനി സ്ട്രാറ്റനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇങ്ങനെ 3 മത്സരങ്ങളാണ് ഇന്നത്തെ സ്മാക്ഡൗണിന് ഇടയിലൂടെ അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ഒരു മത്സരത്തെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ച്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ ലാഷ് ലെജൻഡ്, നയ ജാക്സ് തുടങ്ങിയവരുടെ ടീം ബെല്ല ട്വിൻസ് എന്ന ഹോളോ ഫീമേഴ്സിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരം തുടങ്ങിയ ആ ഒരു നിമിഷം തൊട്ട് ഷാർലറ്റ്, അലക്സ ബ്ലിസ് മത്സരം വീക്ഷിക്കാൻ വേണ്ടി റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ഇടപെടൽ കാരണമാണ് മത്സരം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ അവസാനിച്ചത്. അവസാനം ആ ഒരു ഫൈറ്റ് അവസാനിക്കുന്നത് നയ ജാക്സ്, ലാഷ് ലെജൻഡ് തുടങ്ങിയവർക്ക് ഒരു ആധിപത്യം കിട്ടുന്ന രീതിയിലാണ്. ബെല്ല ട്വിൻസിനെയും ഷാർലറ്റിൻ്റെ ടീമിനെയും ബ്രൂട്ടലായി ഇവർ ആക്രമിക്കുന്ന ഒരു മൊമെൻ്റാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇത് കൂടാതെ നടന്ന മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം WWE ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഈ ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ആദ്യ മത്സരത്തിൽ തന്നെ വൈറ്റ് സിക്സിൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് MFTക്കെതിരെ നമുക്ക് കാണാൻ സാധിച്ചു. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് ഡാമിനി പ്രീസ്റ്റ്, ആർ ട്രൂത്ത് തുടങ്ങിയവരുടെ ടീം പുതിയ WWE ടാഗ് ടീം ചാമ്പ്യന്മാർ ആകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു മാച്ചാണെന്നൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് അനിവാര്യമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വൈറ്റ് സിക്സ്, MFT തുടങ്ങിയവരുടെ സ്റ്റോറി ലൈനിൽ ഈ ഒരു ടാഗ് ടീം ടൈറ്റിൽ കിടക്കുമ്പോൾ ടാഗ് ടീം ടൈറ്റിലിൻ്റെ സ്റ്റോറി ലൈനോ അല്ലെങ്കിൽ ടാഗ് ടീം ഡിവിഷനോ പ്രത്യേകിച്ചൊരു ഉപയോഗമോ ഉപകാരമോ ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആർ ട്രൂത്ത്, ഡാമിൻ പ്രീസ്റ്റ് തുടങ്ങിയവർ ഈ ഒരു ടൈറ്റിൽ വിജയിക്കുമ്പോൾ അവർ പുതിയ ടാഗ് ടീമുകൾക്കെതിരെ നല്ല സ്റ്റോറി ലൈൻ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീതിയുണ്ട്. അപ്പോൾ വൈറ്റ് സിക്സ്, MFT തുടങ്ങിയവർക്കുടെ സ്റ്റോറിക്ക് ഈ ഒരു ടൈറ്റിൽ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ടൈറ്റിൽ ചേഞ്ച് ഗുഡ് ഡിസിഷൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കൂടാതെ സോളോസിക്കോവയ്ക്കെതിരെ MFTയിലെ മെമ്പറായ താമ ടോങ്ക ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ചെറുതായിട്ട് വാക്കുകളിലൂടെ തിരിയുന്നതായി കാണാൻ സാധിച്ചു. അതായത് ഈ MFTയുടെ കൈവശത്തു നിന്ന് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നഷ്ടപ്പെട്ടതിനോട് സോളോസിക്കോവ വളരെ രൂക്ഷമായിട്ടാണ് ജെസി മെറ്റയോ, താമ ടോങ്ക തുടങ്ങിയവരോട് സംസാരിക്കുന്നത്. അപ്പോൾ താമ ടോങ്ക പറയുന്നുണ്ട്, നിൻ്റെ ഒരു സംസാരം കേൾക്കുമ്പോൾ നീ റോമനെ പോലെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു മറുപടി കൊടുക്കുന്ന ഒരു സമയത്ത് തന്നെ ഒരു രംഗം അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ MFTക്കുള്ളിൽ തന്നെ ചെറിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു അപ്ഡേറ്റും കൂടി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. ഇതുകൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ സാധിച്ചു. നിലവിലെ ചാമ്പ്യനായ കാർമെല ഹെയ്സും മുൻ ചാമ്പ്യനായ ഇലിയ ഡ്രാഗനോവിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ഇലിയ ഡ്രാഗനോവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കാർമെല ഹെയ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. മൂന്നാമത്തെ അപ്ഡേറ്റ് സ്മാക്ഡൗണിലേക്ക് പുതിയൊരു ടീം വന്നതിനെ സംബന്ധിച്ചാണ്. നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിലും നമ്പർ 1 കണ്ടറും റസൽമേനിയ 42 ഈ ഒരു ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യാൻ പോകുന്ന റിയ റിപ്ലിയും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് കാണാൻ സാധിക്കുകയുണ്ടായി. എന്നാൽ ആ ഒരു സെഗ്മെൻറ്റ് ജേഡ് കാർഗിലിന് അനുകൂലമായിട്ട് അവസാനിക്കുന്നത് ബി ഫാബും മീച്ചും തുടങ്ങിയവർ ഈ ജെഡ് കാർഗിലിൻ്റെ കൂടെ പുതിയൊരു ടീമായി ജോയിൻ ചെയ്യുന്നതിലൂടെയാണ്. ഈ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് ജെഡ് കാർഗിൽ ടൈറ്റിലെടുത്ത് പോകുന്ന ഒരു സമയത്ത് ബി ഫാബും മീച്ചിനും ആ ഒരു വരവ് നടത്തിയപ്പോൾ അവർ ജെഡ് കാർഗിലിനെ ആക്രമിക്കാൻ വരുന്നത് പോലെയാണെന്ന് തോന്നിപ്പിച്ചു. പക്ഷേ ഇവർ ജെഡ് കാർഗിലിൻ്റെ കൂടെ നിൽക്കുകയും ഇവർ റിയ റിപ്ലിയെ ആക്രമിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇതുവരെ ജെഡ് കാർഗിലിന് എതിരെ നിന്നിരുന്ന മീച്ചിനും ബി ഫാബും ജെഡ് കാർഗിലിൻ്റെ കൂടെ ചേരുമ്പോൾ നല്ലൊരു പുതിയ സ്റ്റോറി അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റിയ റിപ്ലിയെ ഡൊമിനൻ്റ് ആക്കി കാണിക്കാൻ മാത്രമാണ് ഈ ഒരു സ്റ്റോറി ഉപകാരപ്പെടുകയുള്ളൂ. അതായത് 3 പേർക്കെതിരെ ഒരൊറ്റ റിയ റിപ്ലി എന്ന നിലയിലേക്ക് അവർക്ക് സ്റ്റോറി കൊണ്ടുവരാൻ സാധിക്കും. എന്തായാലും ഇതുവരെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിക്ക് അങ്ങനെ വലിയൊരു പ്രാധാന്യം സ്മാക്ഡൗണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഒറ്റ സെഗ്മെൻറ്റ് കൊണ്ട് ഇതിൻ്റെ തന്നെ ഒരു സിനേറിയോ മാറി മറിയുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. 4ാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റാൻഡി ഓർട്ടൺ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്തുകൊണ്ട് കോഡി റോഡ്സിനെ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തതിനെ സംബന്ധിച്ചാണ്. വെറും ഒരു എക്സ്പ്ലനേഷൻ
മാത്രമല്ല റാൻഡി ഓർട്ടൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അദ്ദേഹം മാറ്റ് കാർഡോണ എന്ന് പറയുന്ന റെസ്ലറിനെയും ഇന്ന് ബ്രൂട്ടലായി ആക്രമിക്കുന്നതായി കാണാൻ സാധിച്ചു. അപ്പോൾ ആദ്യ സെഗ്മെൻറ്റിൽ റാൻഡി ഓർട്ടൻ വന്നിട്ട് ആ ചെയറിലിരുന്നിട്ട് പറയുന്നത് തൻ്റെ കരിയർ അവസാനിക്കുന്ന സമയത്ത് താൻ എത്ര വേൾഡ് ചാമ്പ്യൻഷിപ്പുകൾ വിജയിച്ചിട്ടുണ്ട് എന്നാണ് തനിക്ക് നോക്കേണ്ടത്. അല്ലാതെ കുട്ടികൾക്ക് കൈ കൊടുത്തതും ഓട്ടോഗ്രാഫ് സൈൻ ചെയ്തതും മെർച്ചൻഡൈസ് വിൽക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളൊന്നുമല്ല തനിക്ക് ഓർമ്മയിൽ നിൽക്കേണ്ടത്. എത്ര ചാമ്പ്യൻഷിപ്പുകൾ തൻ്റെ കരിയറിൽ ഒരു അച്ചീവ്മെൻറ്റ് പോലെ താൻ സ്വന്തമാക്കിയിട്ടുണ്ട്, അതാണ് തനിക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് താൻ വില്ലനായത് എന്നുള്ളത് റാൻഡി ഓർട്ടൻ പറയുകയുണ്ടായി. അത് മാത്രമല്ല, കോഡി റോഡ്സ് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് തനിക്കുള്ളിൽ എന്താണോ തോന്നുന്നത് ആ ഒരു തോന്നൽ ചെയ്യാൻ തന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ തൻ്റെ ഉള്ളിൽ ആ ഒരു വൈപ്പറിനെ ഉണർത്തിയത് കോഡി റോഡ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് കോഡി റോഡ്സിനെ താൻ ബ്രൂട്ടലായി ആക്രമിച്ചത് എന്നുള്ളതും റാൻഡി ഓർട്ടൻ ഒരു എക്സ്പ്ലനേഷൻ പോലെ കൊടുത്തു. അതിനുശേഷം നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ജാക്ക് റൈഡറും അഥവാ മാറ്റ് കാർഡോണയും റാൻഡി ഓർട്ടനും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. ആ ഒരു ആർഗ്യുമെൻറ്റ് അവസാനത്തെ ഒരു മെയിൻ ഇവൻറ്റ് സീനിലേക്കാണ് നയിക്കപ്പെട്ടത്. മാറ്റ് കാർഡോണയോട് മാപ്പ് പറയാൻ വേണ്ടിയിട്ട് റാൻഡി ഓർട്ടൻ റിങ്ങിലേക്ക് വരുന്നു. മാറ്റ് കാർഡോണയെ അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, മാപ്പ് പറയുന്ന പോലെ അഭിനയിക്കുന്നു. അവസാനം ലോ ബ്ലോയും അതുപോലെ തന്നെ ആർക്കെയും കൊടുത്ത് മാറ്റ് കാർഡോണയെ ആക്രമിക്കുന്നു. ആ കമൻറ്റേഴ്സ് ടേബിൾ വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച കോഡി റോഡ്സിനെ ആക്രമിച്ച പോലെ സ്റ്റീൽ സ്റ്റെപ്പിൽ കിടത്തിക്കൊണ്ട് ഒരു ചെയർ ഷോട്ടാണ് റാൻഡി ഓർട്ടൻ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിലും സെക്യൂരിറ്റീസും ഒഫീഷ്യൽസും വന്നിട്ട് പിടിച്ച് മാറ്റിയത് കൊണ്ട് തന്നെ റാൻഡി ഓർട്ടൻ അദ്ദേഹത്തിൻ്റെ പ്ലാൻ മാറ്റി സ്റ്റീൽ ചെയറിൻ്റെ ഉള്ളിൽ കൈ കിടത്തിക്കൊണ്ട് കൈ ഇഞ്ചേർഡ് ആക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് നമുക്ക് റാൻഡി ഓർട്ടൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം ഒരിക്കലും താഴേക്ക് പോകാതെ റാൻഡി ഓർട്ടൻ്റെ വില്ലത്തരങ്ങളെ തന്നെ കീപ്പ് ചെയ്തു പോകുന്ന ഒരു ഭാഗം കൂടി നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചു. ഏതായാലും ക്രൗഡ് നല്ല രീതിയിൽ റാൻഡി ഓർട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വില്ലനായി മാറിയതിന് ശേഷം ക്രൗഡ് റാൻഡി ഓർട്ടനെ വെറുക്കുന്നില്ല. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവർ WWE പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഇനി വരുന്ന ആഴ്ചകളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. കോഡി റോഡ്സിനെ നായകനാക്കിയിട്ടും റാൻഡി ഓർട്ടനെ വില്ലനാക്കിയിട്ടും അവർക്ക് ഈ ഒരു സ്റ്റോറി ലൈനിൽ ഇതുവരെ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം ക്രൗഡ് നല്ലപോലെ റാൻഡി ഓർട്ടനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് റാൻഡി ഓർട്ടൻ്റെ ഹീൽ വർക്കിൽ ആഡ് ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ അത് അടുത്ത സ്മാക്ഡൗണിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡയർ, ജേക്കബ് ഫാറ്റു തുടങ്ങിയവരുടെ ഫൈറ്റിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ ഇവരുടെ കാറിൻ്റെ ഉള്ളിലെ ഫൈറ്റ് കാണിച്ചുകൊണ്ടാണ്. ആ ഒരു ഫൈറ്റ് അവസാനം റിങ്ങിലേക്ക് വരുന്നു. റിങ്ങിൽ വെച്ചിട്ടും സെക്യൂരിറ്റീസിനും ഒഫീഷ്യൽസിനും ഇവരെ പിടിച്ചു നിർത്താനൊന്നും സാധിക്കുന്നില്ല. ബാക്ക് സ്റ്റേജിലും ഇവരുടെ ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൻ്റെ ഒരു സെഗ്മെൻറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് ഇവരുടെ ഒരു ക്ലോസിംഗ് ഷോട്ട് എന്നുള്ള നിലയിൽ ഇവരൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നതും അവസാനം രണ്ട് പേരും ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് താഴേക്ക് വീഴുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ് കാണിച്ച് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് സംഭവിച്ചത് എന്നൊന്നും കാണിക്കുന്നില്ല. സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ ഒരു ക്ലോസിംഗ് ഷോട്ടായിട്ട് അവിടെ അവസാനിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, റസൽമേനിയ 42 ഇവരുടെ ഒരു മത്സരം അത് വലിയൊരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗിമിക് മാച്ച് തന്നെയായിരിക്കും. നോ ഹോൾസ് ബെയർഡോ അല്ലെങ്കിൽ നോ ഡിസ്ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു അൺസാങ്ഷൻഡ് മാച്ചോ ആയിട്ടായിരിക്കും ഇവരുടെ മത്സരം നടക്കാൻ പോകുന്നത്. അത്രയും വലിയൊരു ഫ്യൂഡ് ലെവൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഒരു ഫൈറ്റ് കാണുമ്പോൾ അത്രയും വലിയൊരു അൺസാങ്ഷൻഡ് പോലെയുള്ളൊരു സ്റ്റിപ്പുലേഷൻ ആഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു സ്റ്റോറിക്ക് കൃത്യമായിട്ടുള്ളൊരു എൻഡിങ് അവർക്ക് കൊടുക്കാൻ സാധിക്കൂ എന്നുള്ളത് ഒരിക്കൽ കൂടി വെളിവാക്കി തരുന്ന രീതിയിലേക്കാണ് സ്മാക്ഡൗണിലെ ഈ ഒരു രംഗങ്ങൾ നയിച്ചത്. എന്തായാലും ഇത്തരത്തിലുള്ള മൊമെൻറ്റ്സ് ഇവരുടെ സ്റ്റോറി ലൈനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ റസൽമേനിയ 42 പ്രത്യേകതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സാധാ 1-on-1 സ്റ്റൈൽ മത്സരങ്ങൾ മാത്രമല്ല റസൽമേനിയയിൽ നടക്കാൻ പോകുന്നത്. കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗിമിക് ടൈപ്പിലുള്ള മത്സരങ്ങൾ കാണാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. എന്തായാലും നല്ലൊരു എൻഡിങ് ആണ് സ്മാക്ഡൗണിന് ലഭിച്ചത്. ആർക്കും ആധിപത്യം കൊടുക്കാത്ത പോലെ രണ്ട് പേരെയും കൃത്യമായിട്ട് തുല്യമായിട്ട് ഒരു ആധിപത്യം കൊടുത്ത് അവസാനിക്കുന്ന ഒരു സെഗ്മെൻറ്റ്. തുടർന്നുള്ള സ്മാക്ഡൗണിൽ ഇവരുടെ ഭാഗത്തു നിന്ന് എന്ത് കാണാൻ സാധിക്കുമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആരാധകർക്കിടയിൽ വർദ്ധിപ്പിക്കാനും വലിയൊരു സഹായകമായേക്കും. സ്മാക്ഡൗൺ എപ്പിസോഡ് കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.